നമ്മുടെ ഇന്ത്യയിൽ ആമസോണിൽ നിന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഗ്രാഫിക്സ് കാർഡിന് പകരം കിട്ടിയത് സോപ്പ് പൊടി. DLSS 5 തെറി പറയാൻ വേണ്ടി വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം വിത്ത് പ്രൂഫ്. നമ്മുടെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആശ ശർമ്മയുടെ വീണ്ടും പുതിയ നീക്കങ്ങൾ, എക്സ്ബോക്സിന്റെ ഒരു അടിപൊളി ഗെയിം പാസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് വരുന്നുണ്ട്. 8 GB റാം ഉള്ള നമ്മുടെ മാക്ബുക്ക് നിയോ എല്ലാ വിൻഡോസ് ലാപ്ടോപ്പുകളെയും അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്ടിവിറ്റി മെഷീനാണ്. തെളിവടക്കം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണും. ഹാർഡ്വെയർ ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ആമസോണിൽ നിന്ന് 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു RTX 5090 മേടിച്ച ആ വ്യക്തിക്ക് കിട്ടിയത് ഒരു സോപ്പ് പൊടി. സംഭവം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ ഇതിന്റെ ആദ്യത്തെ അന്വേഷണത്തിൽ ആമസോണിന്റെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല, റീഫണ്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ആ കൊടുത്ത 3 ലക്ഷം രൂപ പോയി. മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സപ്ലൈ ചെയ്തിരിക്കുന്നത് ആമസോൺ ആണ്. ആമസോണിന്റെ വെയർ ഹൗസിൽ നിന്നാണ് സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് സെല്ലർ അല്ല ഇത് ഫുൾഫിൽമെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് സംഭവം ഓർഡർ ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത് ആമസോണിന്റെ വെയർ ഹൗസിൽ നിന്നാണ്. ഏകദേശം 3 കിലോയോളമാണ് നമ്മുടെ RTX 5090യുടെ വെയിറ്റ്. നമ്മളുടെ ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോഴേക്കും നമ്മളുടെ ഈ കിട്ടിയ ആൾക്കൊരു ഡൗട്ട് തോന്നി. പുറമേ നിന്ന് നോക്കാൻ നേരത്ത് പ്രൊഡക്റ്റ് എല്ലാം പക്ക, ഇതെല്ലാം സംഭവങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരുമാതിരി ഫേക്ക് ബാർകോഡ് പോലത്തെ ഒരു കോഡൊക്കെയാണ്. അപ്പോൾ ആ സംശയം മൊത്തം തോന്നി, വെയിറ്റ് മൊത്തം കുറവ്. അങ്ങനെ ആൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. അഴിച്ചു നോക്കിയപ്പോഴേക്ക് ഉള്ളിലത്തെ പാക്കേജ് ഫുൾ ഡാമേജ്, പകരം ഈ സോപ്പ് പൊടിയൊക്കെയാണ് ഇരിക്കുന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെല്ലറിൻ്റെ പേര് ഫാബ് വേൾഡ് പോയിന്റ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫാബ് വേൾഡ് പോയിന്റ് എന്നാണ് സെല്ലറിൻ്റെ പേര്. പക്ഷേ ഇതിൻ്റെ ബില്ല് കാര്യങ്ങളിൽ വേറൊരു പേര്, പിന്നെ പോരാത്തതിന് 0% ആണ് ടാക്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. അതായത് സെല്ലറിൻ്റെ ഭാഗത്തല്ല ഇത് മിസ്റ്റേക്ക്, ഇത് ഫുൾഫില്ല് ചെയ്തിരിക്കുന്ന ആമസോൺ വെയർ ഹൗസിലാണ് ഈ തിരിമറി സംഭവം നടന്നിട്ടുള്ളത്. ഈ സംശയം തോന്നി, വെയിറ്റ് ഒക്കെ കുറവ്, ഉള്ളിൽ അതെല്ലാം തോന്നി. വീഡിയോ അടക്കം നമ്മളുടെ ഈ 2 പേര് ഇരുന്നിട്ടാണ് ഈ ഒരു ഗ്രാഫിക് കാർഡ് മേടിച്ചത്. എനിക്കൊന്ന് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. ഈ വീഡിയോ അടക്കം പ്രൂഫ് അടക്കം ആമസോണിന് അയച്ചു കൊടുത്തതിന് ശേഷം ആമസോൺ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അവരുടെ അന്വേഷണത്തിൽ കറക്റ്റ് പ്രോഡക്റ്റാണ് ഷിപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് റീഫണ്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് 3 ലക്ഷം രൂപ, നമ്മുടെ ഇന്ത്യയിലെ 3 ലക്ഷം രൂപ മുടക്കി കൊടുത്ത സാധനം ഇപ്പോൾ ആമസോൺ പറയുന്നു റീഫണ്ട് ഇല്ലാന്ന്. ഇപ്പം ഇത് എന്തൊരു മോശം ടീമാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ന്യൂസ് പുറത്ത് വന്നപ്പോഴേക്ക് ലോകം മൊത്തം ഇത് അറിഞ്ഞിട്ടാ. എനിക്കിത് കിട്ടിയത് ഒരു ഇന്റർനാഷണൽ ടെക് വെബ്സൈറ്റിൽ നിന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് സംഭവം യൂഷ്വലി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വെബ്സൈറ്റുകളെല്ലാം പറയുന്നത്. നമ്മൾ മേടിച്ചവർക്ക് ടെൻഷനായിട്ട് ആദ്യം കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ റിസോൾവ് ചെയ്ത് തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെൻഷനായി വീണ്ടും കോൾ ചെയ്ത് തുടങ്ങി. കോൾ ചെയ്ത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആമസോണിൻ്റെ ടീം പറഞ്ഞത് ഇത് ഷിപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് റീഫണ്ട് ഒന്നും തരാനായിട്ട് പറ്റില്ല. അപ്പോൾ ആമസോണിൽ നിന്നൊക്കെ ഓൺലൈനിൽ ഇത്രയും ഫണ്ടൊക്കെ മുടക്കി സാധനം മേടിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണ്, ഫുൾ അൺബോക്സിങ് വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സംഭവം അക്സെപ്റ്റ് ചെയ്യാതെ തിരിച്ച് റിട്ടേൺ കൊടുക്കുക. കാരണം വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പാക്കേജ് റിസീവ് ചെയ്യരുത്, തിരിച്ച് റിട്ടേൺ അയക്കുക. നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തിച്ചേക്കുക ഫാബ് വേൾഡ് പോയിന്റ് എന്നുള്ള സെല്ലറാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു സെല്ലറിൻ്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക്, ഷിപ്പ് ചെയ്ത വെയർ ഹൗസിലുള്ള ആമസോണിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. എന്നിട്ടും ആമസോൺ ഇതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ പറയാം. ഞാൻ എൻ്റെ അഭിപ്രായം DLSS 5 കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക ആ വീഡിയോ. അപ്പൊ മൊത്തത്തിൽ ആർട്ടിസ്റ്റുകളുടെ എന്താ പറയുക കലാപരമായിട്ടുള്ള സംഭവങ്ങളെ എതിരാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗെയിമിൽ, അതായത് സ്റ്റാർഫീൽഡ് എന്ന് പറഞ്ഞ ഗെയിം, സ്റ്റാർഫീൽഡ് ഇറങ്ങിയപ്പോഴേക്ക് അതിൻ്റെ ക്യാരക്ടർ എല്ലാം അത്യാവശ്യം ബോറ് ലെവലിലുള്ള ഒരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് പോലും. ഈ സ്റ്റാർഫീൽഡ് എന്ന ഗെയിമിൽ നമ്മളുടെ ഈ ടെക് സംഭവം, അതായത് GTC നടക്കാൻ നേരത്തെ, അതായത് ഈ AI സംഭവം ടെക്നോളജി പരമായിട്ടുള്ള മീറ്റ് നടക്കാൻ നേരത്തുള്ള സമയത്ത് നമ്മുടെ ഒരു യൂട്യൂബറിന് നേരിട്ട് കുറച്ച് കൂടുതൽ നേരം ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ വെച്ചിട്ട് സ്റ്റാർഫീൽഡ് പോലത്തെ ഉള്ളൊരു ഗെയിമിൽ സംഭവം ക്ലിയർ ആണ്. DLSS ഓൺ വേഴ്സസ് ഓഫ് സംഭവം നിങ്ങൾ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി ഈ ഒരു സംഭവം, ഈ സ്റ്റാർഫീൽഡ് എന്നുള്ള ഗെയിമിൽ DLSS 5 എന്ന് പറയുന്ന ഈ ഒരു ജനറേറ്റീവ് വെച്ച് പറ്റുള്ള ടെക് സംഭവങ്ങൾ, ഈ ലൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി DLSS 5 ഓൺ ആക്കിയിട്ടായിരിക്കും സ്റ്റാർഫീൽഡ് എന്നുള്ള ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ സംഭവത്തിലും DLSS 5 മോശമാണെന്ന് പറയാം. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, ഓപ്പൺ ആയിട്ടുള്ള വിടുക. എങ്ങനെയായിരിക്കും ടെക് വളരാൻ വേണ്ടി പോകുന്നത് നമുക്കൊന്നും അറിയില്ല. ഈ ഒരു ഗെയിമിൽ കണ്ട എല്ലാവർക്കും ക്ലിയർ ആണ്,
ആർട്ടിസ്റ്റ് വിചാരിച്ചതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിങ്ങും ഷാഡോസും ഫേഷ്യൽ ടെക്സ്റ്റേഴ്സും ഈ സബ് സർഫേസ് സ്കാറ്ററിങ് ആ സംഭവങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് DLSS 5 ആണ്. ഇവിടെ ആർട്ടിസ്റ്റിന്റെ ക്രിയേഷനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. DLSS 5 തെറി പറയുന്നതിന് മുമ്പായിട്ട് എല്ലാ ഗെയിമിലും അത് മോശമായിട്ടല്ല വരുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ആശാ ശർമ്മ, ഇന്ത്യൻ ഒറിജിൻ എക്സ്ബോക്സ് CEO ആശാ ശർമ്മയുടെ തുടക്കത്തിലുള്ള പ്ലാനുകൾ കേട്ടപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് സംഭവം പറയായിരുന്നു, ഇവർക്ക് ഗെയിമിംഗിൽ സീറോ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആൾക്ക് പണി അറിയാം. വേറൊന്നുമല്ല, ഇവരുടെ മാർക്കറ്റിംഗ് സംഭവങ്ങളെല്ലാം സ്കിൽസ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ഗെയിം പാസ് കൊണ്ടുവരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സ്ബോക്സ്. സംഭവം റിട്ടേൺ ടു ഓൾഡ് എക്സ്ബോക്സ് എന്നുള്ള കോൺസെപ്റ്റിന്റെ പേരിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുടെ റേറ്റ് കുറക്കുക. ഈ ഇടക്ക് കുറച്ചാൾ മുമ്പായിട്ട് മൈക്രോസോഫ്റ്റ് എക്സ്ബോക്സ് ഇതിന്റെ റേറ്റ് കൂട്ടിയായിരുന്നു. അപ്പോൾ ഇത് കുറക്കുക. അപ്പോൾ ഇത് പഴയ ബേസ് ലെവലിലേക്ക് കുറക്കുകയാണോ അല്ലെങ്കിൽ അതിലും താഴെ ഒരു ലെവലിലേക്ക് വെച്ചുകൊണ്ടിട്ട് ഉള്ള ഒരു പ്ലാൻ ഇറക്കുകയാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. പോരാത്തതിന് ഇത് മാത്രമല്ല, നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ മെയിൻ ആളായ ഗ്രെഗ് പീറ്റേഴ്സ് പുള്ളി പറഞ്ഞത് ഈ ഒരു പാർട്ട്ണർഷിപ്പിനുള്ള സാധ്യത പുള്ളിയും കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എക്സ്ബോക്സിന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഇൻക്ലൂഡഡ് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനും കൂടി അതോടൊപ്പം വരും. ആശാ ശർമ്മ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് ഗെയിമിങ്ങിൻ്റെ ഒരു ഫീച്ചറും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാത്തിനും കൂടി ഒറ്റ സബ്സ്ക്രിപ്ഷൻ. അതൊരു PC ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നെറ്റ്ഫ്ലിക്സിനോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സ്പെക്ക് അനുസരിച്ചുള്ള ഒരു ഹൈ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ക്ലൗഡ് ഗെയിമിങ്ങും വേണം, ഒരു വലിയ ലൈബ്രറി വേണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് ഈ എക്സ്ബോക്സിലേക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഞാനൊരു PC ഗെയിമറാണെങ്കിൽ എനിക്ക് ലാഭം, അവർക്ക് കമ്പനിയുടെ ഗുഡ് വില്ല് തിരിച്ചു പിടിക്കുക, ഫ്യൂച്ചർ നല്ല അടിപൊളിയാക്കുക എന്നുള്ള സംഭവത്തിൽ വെക്കുമ്പോൾ അവർക്കും ലാഭം. ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് കുറച്ചാൾ മുമ്പായിട്ട് എന്താ പറയുക, ആഡ് ഉൾപ്പെടെയുള്ള ഒരു സബ്സ്ക്രിപ്ഷനാണ് കൊണ്ടുവന്നത്. അതിന് റേറ്റ് കുറവാണ്, അതായത് പരസ്യങ്ങൾ വരും. അതേ സെയിം മോഡലാണ് എക്സ്ബോക്സും പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ബേസിക്കലി ഞാൻ അതിന് എതിരല്ല, ഒരുപാട് ഗെയിം ലൈബ്രറിയും കിട്ടും, ക്ലൗഡ് ഗെയിമിംഗ് കിട്ടും, നെറ്റ്ഫ്ലിക്സും കിട്ടും. എന്തുകൊണ്ടിട്ട് ഈ സംഭവം അഡ്വർടൈസ്മെന്റ് കൂട്ടിയാലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സംഭവമല്ലേ. എത്രയും പെട്ടെന്ന് ആ സംഭവം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇറങ്ങിയ മാക്ബുക്ക് നിയോ, അതായത് $600-700 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വിൻഡോസിനെതിരായിട്ട് കോമ്പറ്റീഷന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഗെയിമിംഗ് എന്നുള്ള സംഭവമായിട്ടാണ് മാക്ബുക്ക് നിയോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വിൻഡോസ് ലാപ്ടോപ്പിനെ അടിച്ച് മൂലക്കാക്കി കാട്ടിക്കളണ രീതിയിലാണ് ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നത്. ഇത് സംഭവം ആപ്പിൾ സ്വന്തമായിട്ട് ഭാഗത്തുള്ള ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നില്ല, ഒരു യൂട്യൂബർ നടത്തിയ ഒരു ടെസ്റ്റ് റിസൾട്ടിലാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. 60 ആപ്ലിക്കേഷൻ ഒറ്റയടിക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്ന ഒരു സ്ട്രെസ് ടെസ്റ്റ് ആണ് നമ്മളുടെ എനിക്കൊന്ന് 16 Pro Maxന്റെ ചിപ്പുള്ള ഈ ഒരു മാക്ബുക്ക് നിയോ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത്. തൊട്ടപ്പുറത്തെ ഏകദേശം കോമ്പീറ്റ് ചെയ്യുന്ന വിൻഡോസിന്റെ ഒരു ലെനോവോയുടെ ഒരു ലാപ്ടോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് സ്ക്രീൻ ബ്ലാങ്ക് ആയിട്ട് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്, അതായത് ഓഫായി പോയി. നമ്മുടെ മാക്ബുക്ക് നിയോ ഈ 60 ആപ്ലിക്കേഷൻ ഓണാക്കുക മാത്രമല്ല, നിങ്ങൾക്കത് ബ്രൗസ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് അത് യൂസ് ചെയ്യാം, എന്നിട്ട് അത് മിനിമൈസ് ചെയ്യാം, അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകും. വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ടെസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ ആപ്പിൾ മാക്ബുക്ക് നിയോ നമുക്ക് കാഴ്ചവെക്കുന്നത്. ലെനോവോ ലീജിയൻ സ്ലിം 5 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ് അവർ ഇതിനെതിരായിട്ട് ടെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ആ ഒരു സെയിം സ്പെക്ക് ഡീറ്റെയിൽസ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഈ സെയിം ലെവലിലുള്ള പ്രൈസ് റേഞ്ചിലുള്ള കോമ്പറ്റീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് ഒരു പ്രയോറിറ്റി അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, പ്രൊഡക്ടിവിറ്റി സംഭവത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഓൺ ദ ഗോയിൽ ഈ ലാപ്ടോപ്പ് കൈ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് എന്നുള്ള രീതിയിൽ ഈസി ആയിട്ട് റൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ അധികം ഈ ഒരു ഗെയിമർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ മാക്ബുക്ക് നിയോ എടുത്തോളുക. ശ്രദ്ധിക്കുക, ഒരു റിഫ്രഷ് എഡിഷൻ വരാൻ സാധ്യതയുണ്ട് ഈ വർഷം അവസാനം. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്പ്ലേയിൽ ടച്ചും കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്, റൂമർ മാത്രമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വർക്കിനാണെന്നുണ്ടെങ്കിൽ മാക്ബുക്ക് നിയോയിലേക്ക് പോകുക. വിൻഡോസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ എല്ലാ സംഭവത്തിനും പ്രൊഡക്ടിവിറ്റി സംഭവത്തിനും അടിച്ച് തൂത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടെത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട്, കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോയി, 22 മിനിറ്റൊക്കെയാണ് എൻ്റെ ഒരു വീഡിയോ വരുന്നത്. സംഭവം ഞാനിതിനെക്കുറിച്ച് സംസാരിച്ച് പോകാൻ നേരത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാനും ഇത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല ഇത്. എനിക്ക് ആ ഒരു സംഭവം ഞാൻ വായിച്ച ഇൻഫർമേഷൻ വെച്ചിട്ടും പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വളരെ നല്ല ലോയൽ ഫോളോവേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സജഷൻസിൽ വന്ന ഒരു സംഭവമാണ് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കുക, നല്ല ബോറാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ ഒരു സജഷൻ മാനിച്ചുകൊണ്ടിട്ട് ഇത് മാക്സിമം ഈ വീഡിയോ ചെറുതായിട്ടാണ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ചെറുതായിട്ടായിരിക്കും എന്ന് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വേണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.